ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ആദൂന് ഞാൻ എങ്ങനെയാണ് റാഗി ഉണ്ടാക്കണം എന്നുള്ളതാണ്. 6 months തൊട്ട് കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ റാഗി. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ എല്ലിനും പല്ലിനൊക്കെ അവരുടെ വളർച്ചയ്ക്കൊക്കെ അയണും കാൽഷ്യമൊക്കെ നല്ല രീതിക്ക് അടങ്ങിയിട്ടുള്ള ഫുഡാണ് റാഗി. അവൾ ആദ്യത്തിലൊക്കെ നല്ലോണം കഴിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ട്, എന്നാലും ഞാൻ ഡെയിലി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 മെത്തേഡിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യണ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് പൊടിയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗുണം കൂടും. പക്ഷെ അവൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഡെയിലി ഇങ്ങനെ കുതിർത്തിയിട്ട് ചെയ്യണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ റാഗി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കുതിർത്തി വെച്ചത് അതിൽ കല്ലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. നമ്മൾ കൂവൊക്കെ വരകണ ഒരു സെയിം മെത്തേഡാണ് കേട്ടോ അത്. അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് ഒരരിപ്പ വെച്ചിട്ട് അത് അരിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം എടുക്കാം. നമ്മൾ പൗഡറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ സമയം കുറച്ച് പോകും. അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് ഊറാൻ വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൽ തെളി കളയാം. ആവശ്യത്തിന് വെള്ളം അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ കൂവൊക്കെ ചെയ്യണ പോലെ തന്നെ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് കുറുക്കുണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കതിലേക്ക് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര എന്താണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ പനങ്കൽക്കണ്ടാണ് കേട്ടോ മോൾക്ക് ഉപയോഗിക്കണത്. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. അത് ഓപ്ഷണലാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് അടി പിടിക്കാണ്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടയായി പോകാനും പാടില്ല. ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഒറ്റി വീഴരുത് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പൊടിയാക്കി വെച്ചിട്ടതാണെന്നുണ്ടെങ്കിൽ കളറിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലോണം തവിട് പെടുന്നുണ്ട്. ഇതിപ്പോൾ തവിട് വല്ലാണ്ട് പെടുന്നില്ല. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം കേട്ടോ. കാരണം ശർക്കര സിറപ്പാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ തേങ്ങാപ്പാലോ അതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ആദ്യത്തെ വരുമ്പോഴേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ കഴിക്കില്ല എന്നുള്ളതൊക്കെ പിന്നെ അറിയാം. ഏതായാലും കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.